ഇതാണ് ഹിമവൽ ഗോപാലസ്വാമി വേട്ടൻ്റെ പ്രവേശന കവാടം. നമ്മൾ 70 റുപ്യാണ് ടിക്കറ്റ് ചാർജ് വരിക പെർ ഹെഡ്. നമ്മളെ പ്രൈവറ്റ് വാഹനങ്ങൾ അലൗഡ് ഇല്ല. എന്താ വണ്ടി അവിടെ നിർത്തിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവരുടെ വണ്ടി ഉണ്ടാവും. KSRTC ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ബസ്സിൽ കയറുക, എന്നിട്ട് നേരെ പോവുക. ഒരു വലിയൊരു മല കയറി ഏറ്റവും ടോപ്പിലാണ് ക്ഷേത്രം കിടക്കുന്നത്. പക്ക ഫോറസ്റ്റാണ്. രണ്ട് സൈഡിലും പോകുന്ന വഴിക്ക് മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കാണാം. ആന ഉണ്ടാവും, പിന്നെ മാനുണ്ടാവും, ഇഷ്ടംപോലെ പല സാധനങ്ങളും ഉണ്ടാവും. ചെങ്കുത്തായ കയറ്റാണ്, ഒരുപാട് വളവുകളാണ്, ഇടുങ്ങിയ റോഡാണ്. അവരെ ബസ്സുകൾ മാത്രമേ അവർക്ക് ഓടിക്കാൻ കഴിയുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ഓടിക്കാൻ കഴിയില്ല. അത്രയും ഡേഞ്ചറാണ്. ബസ് നേരെ പോയിട്ട് ക്ഷേത്രത്തിലാണ് എത്തുക. ആ ക്ഷേത്രത്തിലെത്തിയിട്ടാണ് ക്ഷേത്രം കയറുക. വൈകുന്നേരമാണ് സമയത്ത് കറക്റ്റായിട്ട് അവിടെ ഒരു ആന വരും. ബാക്കിയുള്ള സമയത്തൊന്നും ആന ഉണ്ടാവില്ല. ഈവനിങ് ഒരു 4:30-5 മണിയാണ് സമയത്ത് ഇതുപോലെ ആന കറക്റ്റ് ടൈമിൽ ആന വരുന്നൊരു കാഴ്ചയാണത്. കറക്റ്റ് സമയത്ത് ആന അവിടെ എത്തും. വൈകുന്നേരം ഒന്നും എന്നിട്ട് അവിടെ പിന്നെ അവരെ വേസ്റ്റ് കളയുന്ന നിവേദ്യച്ചോറിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു വേസ്റ്റ് കളയുന്ന ഏരിയ ഉണ്ട്. അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥിരമായിട്ട് വരുന്നത്. ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും കിടക്കും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കിടക്കാതിരിക്കാൻ ഇപ്പോൾ അവിടെ കമ്പിവേലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ ആ കമ്പിവേലി ഉള്ളിലേക്ക് ഇപ്പോൾ കിടക്കില്ല. മുമ്പൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് സ്ഥിരമായിട്ട് കടന്ന സമയത്ത് ഇപ്പോൾ കമ്പിവേലി ഇട്ടതിന് ശേഷം ഉള്ളിലോട്ട് കിടക്കാറില്ല. അപകടമായിരുന്നു, ഫോറസ്റ്റുകാർ ഓടിക്കലായിരുന്നു. ഇപ്പോൾ കമ്പിവേലി ഇട്ടതിന് ശേഷം ഉള്ളിലോട്ട് കിടക്കാൻ കഴിയാറില്ല. അപ്പോൾ അവിടെ വരും, അവിടെ കൊണ്ടുപോയി തട്ടുന്ന ചോറെടുത്ത് കഴിക്കും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആനൻ്റെ കൂടെ തന്നെ ഒരു പന്നിയും കാണാൻ പറ്റും. സ്ഥിരമായിട്ട് ഇപ്പോൾ പന്നിയും വരാറുണ്ട്. മുമ്പൊക്കെ ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ കണ്ടോ, ആ കാഴ്ചയിലേക്ക് കാണാൻ പറ്റും. ആനയുടെ സൈഡിലായിട്ട് ഒരു പന്നി കിടക്കുന്നുണ്ട്. നമുക്ക് ഇത്ര ദൂരത്ത് നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണി 5:30 ആയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ ഇതേ ബസ്സുകൾ വന്നിരിക്കും. ക്യൂ ആയിരിക്കും. ക്യൂ നിന്നിട്ട് ഇതേ ബസ്സിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി നാട്ടിലേക്ക് തന്നെ പോവാം.